അനന്തകൃഷ്ണൻ, നമ്മൾ ഇന്ന് 8:30 ശേഷം ആദ്യം ജമ്മുവിൽ നിന്നുള്ള വിവരങ്ങളാണ് കേട്ടത്. ജമ്മു ബ്ലാക്ക് ഔട്ടിലേക്ക് പോയി. ജമ്മുവിനെ ലക്ഷ്യം വെച്ച്, അതുപോലെ തന്നെ ജമ്മു, ശ്രീനഗർ, ജയ്സാൽമീർ അടക്കമുള്ള അതിർത്തി പട്ടണങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പാകിസ്ഥാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ 8 മിസൈലുകൾ തൊടുത്തു, 8 വിഫലമാക്കി. ഇന്ത്യ ഫലപ്രദമായി S-400 അതിഗംഭീരമായി അവിടെ ഫലവത്താവുന്നത് നമ്മൾ കണ്ടു. പാകിസ്ഥാന്റെ ആക്രമണം അവിടെ ഫോയിൽ ചെയ്യുന്നു, പരാജയപ്പെടുത്തുന്നു, ഉടൻ തന്നെ തിരിച്ചടി ആരംഭിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു നിർണായക വിജയം എന്നുള്ളതിൽ F-16 പൈലറ്റ് ജയ്സാൽമീറിൽ വെച്ച് ഇന്ത്യൻ BSFന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കസ്റ്റഡിയിലാവുന്നു. അതിനിർണായകമായ രാത്രിയാണ്. ഇതെങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അഭിലാഷൻ, ഈ രാത്രി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയത്തിന്റെ രാത്രിയാണ്. കാരണം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ 8:30 ശേഷം ഇന്ത്യൻ അതിർത്തികൾ കണ്ടത് പാഞ്ഞു വരുന്ന പാക് ഡ്രോണുകളും ഒപ്പം തന്നെ യുദ്ധവിമാനങ്ങളുമാണ്. ഏതാണ്ട് 50-ലധികം ഡ്രോണുകൾ കൂട്ടത്തോടെ. ഒരു അപ്ഡേറ്റ് അനന്തൻ, 2 പൈലറ്റുമാർ പിടിയിലായിരിക്കുന്നു. 2 പാകിസ്ഥാൻ പൈലറ്റുമാർ പിടിയിലായിരിക്കുന്നു. തുടർന്നു 2 പൈലറ്റുമാർ ഇന്ത്യയുടെ പിടിയിലായി. നേരത്തെ ജയ്സാൽമീറിൽ നിന്ന് ഒരു പൈലറ്റിനെയും അതിനൊപ്പം തന്നെ അതിനുശേഷം ഇപ്പോൾ മറ്റൊരു പൈലറ്റിനെ കൂടി നമ്മളുടെ രാജ്യത്ത് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ സൈന്യത്തിന്റെ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് പത്താൻകോട്ടിലെയും ഉദ്ധൻപൂരിലെയും ജമ്മുവിലെയും സൈനിക ആസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പദ്ധതിയിട്ടാണ് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും പറന്നെത്തിയത്. അതേ വേഗതയിൽ തന്നെ നമ്മളുടെ S-400 എന്ന് പറയുന്ന അതിശക്തമായ പ്രതിരോധ കവചം തിരിച്ചടി നൽകി എല്ലാ ഡ്രോണുകളെയും വെടിവെച്ചിട്ടു. ജയ്സാൽമീരിൽ മാത്രം ഏതാണ്ട് 20 മിസൈലുകൾ വെടിവെച്ചിട്ടു എന്നാണ് നമ്മളുടെ ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാന്റെ 3 പോർ വിമാനങ്ങൾ നമ്മളുടെ മണ്ണിൽ തന്നെ തകർന്ന് തരിപ്പണമായി വീണിരിക്കുന്നു. അതിലെ 2 പൈലറ്റുമാരെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അതിൽ 4ാമത്തെ ഒരു വിമാനം കൂടി തകർത്തിട്ടുണ്ട്. അതൊരു സർവൈലൻസ് റഡാർ വിമാനമാണ്. അങ്ങനെ 4 വിമാനങ്ങളാണ് ഇന്ത്യൻ മണ്ണിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമിക്കാൻ വന്നപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാന്റെ ഈ രാത്രിയിലെ കള്ളങ്ങൾ, അതായത് ഒരു ഡ്രോണും പാക് മണ്ണിൽ നിന്ന് ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചിട്ടില്ല എന്നുള്ള കള്ളങ്ങൾ ഇപ്പോൾ അവരുടെ എക്സ് ഹാൻഡിലുകളിൽ വരുന്നുണ്ട്. അത് കള്ളമാണെന്ന് തെളിയിക്കാൻ ഈ 2 പൈലറ്റുമാർ മാത്രം മതി ഇന്ത്യൻ കൈവശം. ആ 2 മണിക്കൂർ നീണ്ട പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ പൂർണ്ണമായും പ്രതിരോധിച്ച ശേഷമാണ് ഇന്ത്യൻ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നത്, കനത്ത മറുപടി ഉണ്ടാകുന്നത്. ആ മറുപടി തുടങ്ങുമ്പോൾ തന്നെ അമേരിക്ക ബന്ധപ്പെട്ടിരുന്നു ഇന്ത്യയെ. തിരിച്ച് നമ്മളുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞത്, ഇങ്ങോട്ടടിച്ചാൽ അതിന് കൃത്യമായ മറുപടി ഉണ്ടാകും, ശക്തമായ മറുപടി ഉണ്ടാകും എന്നുള്ളതാണ്. ആ വാക്കുകൾക്ക് പിന്നാലെ വരുന്ന വാർത്തകൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചകമല്ല. കാരണം പാകിസ്ഥാന്റെ ആകാശത്ത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പറക്കുന്നു, ഡ്രോണുകൾ പറക്കുന്നു, മിസൈലുകൾ ഇസ്ലാമാബാദ് വരെ എത്തി എന്നുള്ള വിവരങ്ങൾ. 4 പട്ടണങ്ങൾ ഇന്ത്യയുടെ ആക്രമണ മുനമ്പിൽ തന്നെയാണ്. പാകിസ്ഥാൻ പൂർണ്ണമായും ഇരുട്ടിലേക്ക് പോകുന്നു, ബ്ലാക്ക് ഔട്ട് പൂർണ്ണമായും പ്രഖ്യാപിക്കുന്നു. ഈ തിരിച്ചടി ചോദിച്ചു വാങ്ങിയതാണ് പാകിസ്ഥാൻ. കാരണം ഇന്ന് എല്ലാ അടിക്കും തിരിച്ചടി ഇന്ത്യ നൽകി കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ ഇന്ത്യ പ്രതികരിച്ചതാണ്. പക്ഷേ ഈ രാത്രിയിൽ അവർ വീണ്ടും ആക്രമിക്കാനെത്തി, അതും ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കാനെത്തി, ഇന്ത്യൻ മിലിറ്ററി കേന്ദ്രങ്ങൾ ആക്രമിക്കാനെത്തി. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഈ രാത്രിയിൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ അത് നേരത്തെ ഉച്ചയ്ക്ക് നമ്മൾ ലാഹോറിലും റാവൽപിണ്ടിയിലും കണ്ടതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള തിരിച്ചടിയാകില്ല. ഇസ്ലാമാബാദിൽ അടക്കം ഇന്ത്യൻ മിസൈലുകൾ കടന്നെത്തണമെങ്കിൽ ഇന്ത്യ ശക്തമായ പ്രതിരോധം, ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിദേശ രാജ്യങ്ങൾ ഇടപെടുന്നുണ്ട് ഈ സംഘർഷം ലഘൂകരിക്കാൻ. ഇപ്പോൾ നേപ്പാളിന്റെ പ്രതികരണം അല്പസമയം മുമ്പ് അനന്തകൃഷ്ണൻ, മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഔദ്യോഗിക പ്രതികരണത്തിൽ പറയുന്നത് 3 മിലിറ്ററി സ്റ്റേഷനുകൾ, ജമ്മു, പത്താൻകോട്ട്, ഉധംപൂർ, ഈ 3 മിലിറ്ററി സ്റ്റേഷനുകളാണ് പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്തത്. Military stations at Jammu, Pathankot and Udhampur were targeted by Pakistani origin drones and missiles along the international border in J&K. Today, the threats were swiftly neutralized using kinetic and non-kinetic capabilities in line with established standard operating procedures. No casualties or material losses were reported. 3 ഇന്ത്യൻ മിലിറ്ററി സ്റ്റേഷനുകളെ, ജമ്മു, പത്താൻകോട്ട്, ഉധംപൂർ സ്റ്റേഷനുകളെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു. എവിടെയും ഒരു പൊടി പോലും സംഭവിച്ചിട്ടില്ല, ഒരു മരണവും ഉണ്ടായിട്ടില്ല, ഒരു മെറ്റീരിയൽ ലോസും ഉണ്ടായിട്ടില്ല. അതായത് ഒരു തരത്തിലുള്ള നാശനഷ്ടവും ഇല്ലാതെ പാകിസ്ഥാന്റെ ആക്രമണത്തെ, പാകിസ്ഥാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ ഒരു കാഷ്വാലിറ്റിയും ഇല്ലാതെ, ഒരു തരത്തിലുള്ള പരിക്കുകളും ഇല്ലാതെ, ഒരു നാശനഷ്ടവും ഇല്ലാതെ ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യ പ്രതിരോധിച്ചു. അവിടെ S-400 എന്ന റഷ്യൻ നിർമ്മിത S-400 ട്രയംഫ് എന്ന റഷ്യൻ നിർമ്മിത പ്രതിരോധ കവചം ഇന്ത്യയെ അതിഗംഭീരമായി രക്ഷിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരൊറ്റ പാക് മിസൈലും ഇന്ത്യൻ മണ്ണ് തൊടാത്തവണ്ണം പാകിസ്ഥാന്റെ അറ്റാക്ക് ഇന്ത്യ ന്യൂട്രലൈസ് ചെയ്തു എന്നുള്ളതാണ് ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അക്കാര്യം സമ്പൂർണ്ണമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. 3 മിലിറ്ററി സ്റ്റേഷനുകൾ പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്തു. 3 ഒരു തരത്തിലുള്ള നാശനഷ്ടവും ഉണ്ടാക്കാൻ പാകിസ്ഥാൻ മിസൈലുകൾക്ക് കഴിഞ്ഞിട്ടില്ല.